ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ, പ്രസൻറ്റേഷൻ ഓഫ് ദി ലോർഡ്, കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സഭകളും ഫെബ്രുവരി 2 ആഘോഷിക്കുന്നത്. ഇതിനെ കാഴ്ചവെപ്പ് തിരുനാൾ എന്നും ശുദ്ധീകരണ തിരുനാളെന്നും വിളിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബൈബിൾ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2 അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഈ സംഭവം വിവരിക്കുന്നത്. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള കാലം പൂർത്തിയായപ്പോൾ അവർ ശിശുവിനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഗർഭപാത്രം തുറക്കുന്ന എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരും കർത്താവിന് പരിശുദ്ധമായിരിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുനാളിന് പിന്നിൽ പ്രധാനമായും 2 വശങ്ങളാണുള്ളത്. ഒന്ന്, യഹൂദ നിയമപാലനം. പഴയ നിയമമനുസരിച്ച് പുറപ്പാട് 13 അധ്യായം 2 വാക്യം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം ദൈവത്തിന് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. കൂടാതെ പ്രസവശേഷം അമ്മയുടെ ശുദ്ധീകരണ കർമ്മങ്ങൾ പൂർത്തിയാക്കി ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കണമെന്ന നിയമമുണ്ടായിരുന്നു. ഈ നിയമങ്ങൾ പാലിച്ച് യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ചു. ശിമയോൻ്റെ പ്രവചനം. യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടിയ വൃദ്ധനായ ശിമയോൻ ശിശുവിനെ കൈകളിലെടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: വിജാതിയർക്കു വെളിപ്പെടുത്തുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് ഇവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 32 വാക്യം. ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ ഈ പ്രവചനത്തിലൂടെ നാം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. പ്രവാചികയായ അന്ന ദേവാലയത്തിൽ സദാസമയം പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന അന്ന എന്ന പ്രവാചികയും യേശുവിനെ തിരിച്ചറിയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. ഈ തിരുനാളിനെ കാൻഡിൽ മാസ് എന്നും വിളിക്കാറുണ്ട്. യേശുവിനെ ലോകത്തിൻ്റെ പ്രകാശം എന്ന് ശിമയോൻ വിശേഷിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ദിവസം പള്ളികളിൽ മെഴുകുതിരികൾ വെഞ്ചരിക്കുകയും പ്രദക്ഷിണം നടത്തുകയും ചെയ്യാറുണ്ട്. നന്മയുടെയും വിശുദ്ധിയുടെയും പ്രകാശത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ സന്ദേശം. യേശുവിൻ്റെ സമർപ്പണ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ. അതിൽ ഒന്ന് ശിമയോൻ്റെ പ്രാർത്ഥനയാണ്. യേശുവിനെ കയ്യിലെടുത്തപ്പോൾ ശിമയോൻ ചൊല്ലിയ ഈ പ്രാർത്ഥന സഭയുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ ഇന്നും പ്രധാനമാണ്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ചിപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. വിജാതിയർക്ക് വെളിപ്പെടുത്തുവാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് ഇവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊന്ന്, ജീവിത സമർപ്പണ പ്രാർത്ഥന. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു ലളിതമായ പ്രാർത്ഥന. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ, അങ്ങയെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും ഇന്ന് ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും അങ്ങേക്ക് പ്രീതികരമായിരിക്കട്ടെ. ശിമയോൻ പ്രവാചകനെ പോലെ അങ്ങയെപ്പോഴും തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും എനിക്ക് കൃപ നൽകണമേ.
മാതാവേ, അങ്ങയുടെ മാതൃക പിന്തുടർന്ന് വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സമർപ്പണ തിരുനാൾ ദിനത്തിലെ പ്രത്യേക യാചന. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ ഏകജാതൻ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടുവല്ലോ. അതുപോലെ ശുദ്ധമായ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിലകൊള്ളുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.